എന്റെ പറ്റൊക്കെ നോക്കിയിരിക്കുന്നേ പാപ്പം വല്ലതും കൊണ്ടുവരണോ? ഇല്ല. അതിന്റെ എന്റെ പാപ്പം കൊണ്ടുവരാന്ന് എല്ലാ ദിവസവും കൊണ്ടുവരുന്നല്ലോ. ഇന്നൊന്നും മേടിച്ചില്ലടാ. എന്റെ പരിപാടി പപ്പ കാണി പപ്പ രാഗരക്കണ് ഒരു കവറ് കിട്ടി. അൽഫാമിന്റെ മനം എന്റെ ഒരു അടുക്കള വെച്ചിരിക്കല്ലേ. പ്രാങ്ക് ചെയ്യുവാ കൊച്ചു. കള്ളം പോയിരുത്തുണ്ട് ചെല്ലേ. ഞാൻ ഒന്നും മേടിച്ചില്ലടാ. അപ്പൊ കള്ളം പറയുന്നു. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഫ്രഷ് അൽഫാമിന്റെ മനം അത് ഇന്നലത്തെ വല്ല ആയിരിക്കും. ഞാൻ ഒന്നും അല്ല. അപ്പൂസേ ഞാൻ ഒന്നും മേടിച്ചില്ലടാ. എന്നെ പിടിച്ചത്തിര് കള്ളം പറയുന്നേ പപ്പ. സത്യം പറ്റേ സത്യോ എന്നെ പിടിച്ചത്തിര്. ഇതിന്റെ അൽഫാം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ തല തൊട്ടി പൊട്ടി തെറിച്ചു പോട്ട്. അങ്ങനൊന്നും പറയാതെ. ഞാൻ മേടിച്ചു. എന്നിട്ട് എന്റെ അമ്മാവന്റെ മോൻ വന്ന് അപ്പൊ അവനെടുത്ത് കൊടുത്തു. എന്റെ പാപ്പ എന്തിനാ അവനെടുത്ത് കൊടുത്തേ? അവന് പാപ്പ മാറ്റി കൊടുക്കാൻ അവന് തന്നെ. എന്തിനാ എന്റെ പാപ്പ കൊടുത്ത് അവന് കൊടുത്തേ? ചാടാടാ പപ്പ ഒരുമാതിരി എന്റെ കരുവരി കാണിക്കുന്നതിന് എനിക്ക് പാപ്പം എന്റെ പിന്നെ എല്ലാ ദിവസവും ഒരു പപ്പയായിട്ടൊരു ഉത്തരവാദിത്വമില്ല. മകന് വാങ്ങിച്ചു തന്നെ പാപ്പവും എല്ലാവർക്കും കൊടുക്കുക. ഇത് എന്തൊരു ഇതായത്. ഇത് ഈ ഫാമിലി അല്ല വേറെ നടക്കും ഇതൊക്കെ. പപ്പയുടെ ഓരോ സ്വഭാവം അങ്ങനെ ഭയങ്കര സ്വഭാവ ദൂഷ്യമായിട്ട് ഓരോ പപ്പ അങ്ങ് വരുതേ. നീ ഒരു കാര്യം ചെയ്. എന്ത് ചെയ്യാനാ ഞാൻ? നീ വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിക്ക് പോ. എന്നാ എനിക്ക് പാപ്പ ഞാൻ മേടിച്ചു തരാം. ജോലിക്ക് പോണ. പഴഞ്ചോറല്ലേ അകത്ത്? ഉണ്ട്. പഴഞ്ചോറ് കഴിക്കാം. അല്ലെങ്കിൽ ഈ അൽഫാമിന് കൊല്ലാത്ത സാധനമാണ് പഴഞ്ചോറ്. അടിപൊളി. എന്താ പഴഞ്ചോല് ഉണക്കല് വറുത്ത മീൻ എല്ലാം കൂടെ കുഴച്ച് തിന്നാം. മതി. എനിക്ക് ജോലിക്ക് പോകാൻ പറഞ്ഞപ്പോ പഴഞ്ചോറ് മതി. പഴഞ്ചോറ് മതി. പഴഞ്ചോറ് അടിപൊളി. തിന്നി.